ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് ലോകം ആരോടും ചോദിക്കുകയല്ല, എല്ലാവരും മുഫ്തിമാരാണ്. ഫത്വ ഇറക്കുന്ന ഒരു കാലമാണ്. പഠിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യുന്ന പരിപാടി ഇപ്പൊ നമ്മുടെ ലോകത്ത് കാണുന്നില്ല. ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത്, അല്ലാഹു തആല പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നേർമാർഗം വ്യക്തമായതിന്റെ ശേഷം ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളോട് എതിരാവുകയും, റസൂലുള്ളാഹിന്റെ സുന്നത്താണ് നമ്മൾ പിൻപറ്റേണ്ടത്, റസൂലുള്ള ചെയ്തതാണ് നമ്മൾ ചെയ്യേണ്ടത്, റസൂലുള്ള പറഞ്ഞതുപോലെയാണ് പറയേണ്ടത്, അതിലൊരു മാറ്റവും വരുത്താൻ പറ്റൂല. എല്ലാ കാര്യത്തിലും വിവാദത്തുകളാവട്ടെ ജീവിതമാവട്ടെ എല്ലാം ഈ തർക്കങ്ങളൊക്കെ ഈ മുസ്ലിം സമുദായത്തില് പണ്ഡിതന്മാർക്കിടയിലോ മറ്റോ വരുന്ന തർക്കങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. നബി അവിടെ എങ്ങനെയാ ചെയ്തത്, റസൂലുള്ള എങ്ങനെയാ കൈകെട്ടിയത്, റസൂലുള്ള എത്ര റക്അത്താ തറാവീഹ് നിസ്കരിച്ചത്, എല്ലാം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ നബിതങ്ങളോട് ആരെങ്കിലും എതിരാവുകയും അൽമുഅ്മിനീങ്ങൾ എന്നറിയപ്പെട്ട സഹാബത്ത്, താബികള്, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ജീവിച്ച ആ മാതൃകായോഗ്യന്മാരായ അസ്ഹാബീ കന്നുജൂം, എന്റെ സഹാബാക്കൾ അവർ നക്ഷത്ര തുല്യരാണ്, വഴിയറിയാത്തവർക്ക് വഴി കാണിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ സ്റ്റാറുകളാണ് എന്റെ സഹാബത്ത്. 1,24,000 വരുന്ന സഹാബത്ത്. അവരിൽ ആരിൽ ഒരാളെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചവരായി എന്ന് അള്ളാഹു പറഞ്ഞ ആ സഹാബത്ത്, അവരെ പിൻപറ്റിയ ആളുകള് അവരല്ലാത്തവരുടെ മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ പൂർവിക മുഅ്മിനീങ്ങളായ ഉത്തമ നൂറ്റാണ്ടിലെ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തത് വല്ലവനും പിൻപറ്റുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവന്റെ കാര്യം അവന് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. അല്ല പറയാ, അവന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടൂല, അവനെ നമ്മൾ സഹായിക്കൂല. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. നഅൂദുബില്ല, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് എതിരാവാതിരിക്കാനും നമ്മുടെ പൂർവികരായ മാതൃകായോഗ്യരായ ഖുലഫാഉൽ അർബഅ, അതേപോലെ തന്നെ ഖുലഫാഉർ റാഷിദീൻ, അയിമ്മത്തുൽ മുജ്തഹിദ് തുടങ്ങിയ സലഫുസ് സാലിഹീങ്ങളോട് പിൻപറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാം പൂർണ്ണമാകുന്നതും അവൻ ശരിയായ മുഅ്മിനായി തീരുന്നതും. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ പൂർവികരെയൊക്കെ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, ഉലൈകല്ലദീന ഹദല്ലാഹു, ഇവരെയാണ് അള്ളാഹു ഹിദായത്താക്കിയത്. അള്ളാഹു അനുഗ്രഹിച്ച ഈ ആളുകളുടെ മാർഗം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതിന്റെ തുടർച്ച, ആ പറഞ്ഞ ആളുകളുടെ മാർഗം അവരെ നിങ്ങൾ പിൻപറ്റുക. അവരേതാണോ ശരിയായി കണ്ടത് അതാണ് ശരി, അവരേതാണോ തിന്മയായി, മോശമായി, ഹറാമായി, തെറ്റായി കണ്ടത് അതാണ് തെറ്റ്. അതുകൊണ്ട് ആ പൂർവികരുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ അതിന്റെ കാലമല്ല. ഇപ്പൊ ഓരോരുത്തർ ഒരു ഹദീസുമായിട്ട് ഇറങ്ങുക, ഒരായത്ത് കിട്ടിയ അതിന്റെ പരിഭാഷയായിട്ട് ഇറങ്ങുക, എന്താ അവരുടെ കയ്യിലുള്ളത് വെച്ചാൽ അതുമായിട്ടാണ് ഇറങ്ങല. ഓരോരുത്തർ ഓരോ തലമുറ ഓരോരുത്തരുടെ കാട്ടിക്കൂട്ടലുകളാണ്. ഒരു ഹദീസ് കിട്ടി അതുമായിട്ട് ഇറങ്ങി. ഈ ഹദീസ് പറഞ്ഞാലും ആയത്ത് എന്ന് പറഞ്ഞാലും ഇതിന്റെ അവസ്ഥ എന്താ? അല്ലാഹു തആല ഖുർആനിനെ പറ്റി പറഞ്ഞ എന്താ? യുളില്ലു ബിഹി കസീറ, ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകളെ അല്ലാഹ് പഴപ്പിക്കും. വയഹ്ദി ബിഹി കസീറ, ഒരുപാട് ആളുകളെ അല്ലാഹു തആല ഹിദായത്താക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം അല്ലാഹ് പറഞ്ഞത് ഖുർആൻ കൊണ്ട് കുറെ ആളെ പഴപ്പിക്കും എന്നാണ്. അതേപോലെ തന്നെ ഹദീസ് മഹാന്മാരായ ഇമാമുകളെ രേഖപ്പെടുത്തുന്നത് കാണാം. അന്നൽ ഹദീസക്കൽ ഖുർആനി, ഈ ഹദീസ് എന്ന് പറഞ്ഞത് ഖുർആൻ പോലെ തന്നെയാണ്. അന്നഹു ഖദ് യകൂനു അമ്മൽ ലഫ്ളി വഖാസൽ മഅന, ചില ഹദീസുകളുടെ ലഫ്ള് കണ്ടാൽ പൊതുവായ എല്ലാവർക്കും ബാധകമാണ് ആ നിയമം എന്ന് തോന്നിപ്പോകും. പക്ഷേ വഖാസൽ മഅന, അതങ്ങനെ എല്ലാവർക്കും ബാധകമാകുന്ന നിയമമല്ല. ചില കാലത്ത്, ചില സമൂഹത്തില്, ചില തലമുറയില്, ചില സാഹചര്യത്തിൽ മാത്രമുള്ള നിയമമായിരിക്കും ആ ഹദീസിൽ പറയുന്നത്.
അത് നമുക്ക് അറിഞ്ഞുകൂടാ, അറിയുന്നവർക്കേ അറിയൂ. അക്സഹു അതിന്റെ നേരെ എതിരുള്ള ഹദീസുകൾ ഉണ്ടാവും. കണ്ടാൽ ഒരു പ്രത്യേക വിഭാഗത്തോട് പ്രത്യേക കാലത്ത് മാത്രം പറഞ്ഞതാണെന്ന് തോന്നിപ്പോകും. പക്ഷെ അതിന്റെ നിയമം വ്യാപകമായിരിക്കും, എല്ലാവർക്കും വ്യാപകമായിരിക്കാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ ചിലതിനെ ദുർബലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റൊന്നിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഇത് അവതരിച്ചതോ ഒക്കെ ആവാം. നാസിഖും മൻസൂഖും ഒക്കെ ഹദീസുകളിലും വരാം. അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ ഹദീസുകൾക്കിടയിലുണ്ട്. ഇത്തരം ഹദീസുകളുടെ അർത്ഥം മനസ്സിലാക്കൂല ഇല്ലൽ ഫുഖഹാഉ, വിവരമുള്ള പണ്ഡിതന്മാർക്കല്ലാതെ, അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാർക്കല്ലാതെ ഇത്തരം ഹദീസുകളുടെ നാസിഖാതാണ്, മൻസൂഖാതാണ്, അമ്മായ ലഫ്ളാതാണ്, ഖാസാതാണ് എന്നൊന്നും അവർക്ക് തിരിയൂല. പിന്നെ എന്താ അറിയാ, വെറും ഹദീസ് മാത്രം അറിയാം. എന്നെ പോലത്തെ ആൾക്കാർക്ക് ഒരു ഹദീസ് കിട്ടും, അതിന്റെ അർത്ഥം എങ്ങനെയെങ്കിലും ചിലപ്പോൾ പരിഭാഷ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഹദീസാണ് ഇവരുടെ ആകെ കൂടിയുള്ള മുതല്. അത് നാസിഖാണോ മൻസൂഖാണോ, നിയമം നിലനിൽക്കുന്നതാണോ, നിയമം ദുർബലപ്പെടുത്തപ്പെട്ടതാണോ, ഈ കാലത്തേക്കുള്ളതാണോ, അത് അക്കാലത്ത് പ്രത്യേകമായി ഒരു തലമുറയോട് പറഞ്ഞതാണോ, അതൊന്നും ഈ ഹദീസ് അർത്ഥം വെക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. അത്തരക്കാരി ഈ ഹദീസ് അർത്ഥം വെച്ചിട്ട് വയല് പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടും ആളുകളെ പഴപ്പിക്കുകയും സ്വയം പഴയ്ക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ഫതാവൽ ഹദീസിയയുടെ 283-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. അപ്പൊ ഹദീസിൽ നിന്ന് കേട്ടാൽ നബി പറഞ്ഞല്ലേ, നമ്മളെ വിചാരിക്കല്ല, റസൂലുള്ളാഹി പറഞ്ഞാണല്ലോ, അത് തെറ്റാവൂലല്ലോ, അത് ശരി തന്നെയായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും വലിയ അബദ്ധങ്ങളാണ്, വലിയ തെറ്റുകളാണ്. നമ്മളെ ലലാലത്തിലേക്ക്, വഴികേടത്തരത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ സാഹചര്യം ഉണ്ടാക്കുന്ന അത്തരം ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ കാണാം. ഉദാഹരണമായി ഞാൻ ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് റസൂലുള്ളാഹി പോണ കാലത്ത് മദീനയിൽ മുസ്ലിമീങ്ങൾ പേരിനേ ഉള്ളൂ, ഇസ്ലാം അവിടെ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇസ്ലാം അവിടെ എത്തിയിട്ടില്ലെങ്കിലും അതിന്റെ മുമ്പേ മനുഷ്യന്മാർ അവിടെ ഉണ്ട്, ഒരു തലമുറ അവിടെ ജീവിച്ചിട്ടുണ്ട്, അവർക്ക് മതമുണ്ട്, അവർ പാരമ്പര്യമായി മതവും സംസ്കാരവും ഒക്കെ ഉള്ള ആളുകളാണ്. അവരൊക്കെ അവരിൽ നിന്ന് ചത്തവരെ കുഴിച്ചിട്ട് സമാധി കെട്ടിയിട്ടുണ്ട്. ഇതുണ്ടാവും, എല്ലാവർക്കും അറിയാലോ. നമ്മുടെ തലമുറയിൽ നമ്മുടെ നാട്ടിൽ നടന്നു നോക്കി എല്ലാവരുടെയും കാണാലോ. ഓരോരുത്തരുടെ ഓരോ അവസ്ഥകളാണല്ലോ. അപ്പൊ എല്ലാ ആളുകളും മരിച്ചാൽ എന്ത് ചെയ്യും? അവരുടെ കുടുംബക്കാരാരെങ്കിലും മരിച്ചാൽ അവരുടെ അച്ഛനും അമ്മയോ നമുക്ക് പറയാം. അന്നത്തെ കാലത്ത് അവരുടെ വാപ്പയും ഇസ്ലാമിന്റെ മുമ്പുള്ള കഥ ഈ പറയുന്ന മദീനക്കാര്, അവരുടെ അപ്പനും അമ്മയൊക്കെ മരിക്കുമ്പോ ആ അരി കൊണ്ടുപോയിട്ട് സമാധി അല്ലെങ്കിൽ കുഴിച്ചിട്ടിട്ട് ആ കബറ് അതിനെ കെട്ടും. എത്രത്തോളം വലുതാക്കി കെട്ടാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കിയിട്ടാ കെട്ടുക. കാരണം എന്റെ വാപ്പ വലിയ ആളായിരുന്നു എന്ന് തോന്നിപ്പിക്കാൻ എനിക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. എന്റെ പണത്തിന്റെ, എന്റെ സമ്പത്തിന്റെ, എന്റെ വലിപ്പത്തിന്റെ അടയാളങ്ങളൊക്കെ ആ കബറിൽ കാണും. ഇങ്ങനെ വലിയ വലിയ കബറുകൾ കെട്ടിയുണ്ടാക്കിയിരുന്നു മദീനയിലെ മുശ്രിക്കുകൾ. അങ്ങനെ എല്ലാവർക്കും സമാധിയാ, എവിടെയും കബറുകളാ. ഇങ്ങനത്തെ ഒരുപാട് കബറുകൾ ഇങ്ങനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞൊരു ഹദീസ് കാണാം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖബ്റു വ അൻ യുബ്ലാദിഹി. അത്തരം കബറുകളിൽ ചുണ്ണാമ്പ് തേക്കുന്നതിനെയും കബറുകളുടെ മേൽ കെട്ടിടമുണ്ടാക്കുന്നതിനെയും ഒക്കെ എടുക്കുന്നതിനെയും പഠിക്കുന്നതുമൊക്കെ റസൂലുള്ളാഹി തങ്ങൾ വിരോധിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ സ്വഹീഹായ ഹദീസാണ്. എന്ന് മാത്രമല്ല, കുറച്ചും കൂടി ശക്തമാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് അത്തരം കബറുകൾ സിയാറത്ത് ചെയ്യാൻ പാടില്ല, കബറിന്റെ അടുത്ത് പോകാൻ പാടില്ല, ആ കബറ് നിങ്ങൾ കാണാൻ പാടില്ല, അതിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കലോ അതിന്റെ അടുത്ത് പോയിട്ടുള്ള ആരാധനകളോ പാടില്ല, ഖബറുമായുള്ള ഒരു ബന്ധവും പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ കർശനമായി നിരോധിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെയൊക്കെ മനസ്സിൽ അവരുടെ അപ്പന്റെ ഖബറ്, അവരുടെ അമ്മയുടെ ഖബറ്, അവരുടെ മുത്തച്ഛന്റെ ഖബറ് അത്ര വലിയ ആദരിക്കപ്പെടുന്ന വലിയൊരു സംഭവമായിരുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആദ്യം ആ ഖബറൊന്നും സിയാറത്ത് ചെയ്യപ്പെടാൻ പാടില്ല, ഖബറ് സന്ദർശിക്കപ്പെടാൻ പാടില്ല, അതിന്റെ മേൽ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റൂല, അടയാളപ്പെടുത്താൻ പറ്റൂല, അതിൽ ചുണ്ണാമ്പ് തേക്കാൻ പറ്റൂല, ആക്കെ പൊളിച്ചു കളയണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ കൽപ്പിച്ചു. ഇതാരോടാ? ഇത് മുശ്രിക്കുകളുടെ ഖബറുകളാണ്.
ആ മുശ്രിക്കുകൾ അവരുടെ പൂർവികരായ, പിന്നീട് അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ മുസ്ലിം ആവുകയാണ്. ആ പഴയ ഖബറുകളൊക്കെ അങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് നിരോധിക്കുകയും അവരെ തടയുകയും ചെയ്തു. കാലം കുറെ കഴിഞ്ഞു, ഇസ്ലാം ശക്തിപ്പെട്ടു. തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ്, ഇബാദത്ത് എന്താണ് എന്നൊക്കെ മുസ്ലിമീങ്ങൾക്ക് ബോധ്യമായി പഠിച്ചു. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഉറപ്പായപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഇന്നി ലസ്തു അഖ്ശാലൈക്കും അൻ തുശ്രികൂ ബഅദി. ഇനി നിങ്ങൾ ഷിർക്കിലേക്ക് പോകുമെന്ന പേടി എനിക്കില്ല. ഇനി നിങ്ങൾ ആ പാരമ്പര്യമായി നിങ്ങൾ കണ്ടുപഠിച്ച ആ സമാധിയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെക്കലും ആ സമാധിയെ ആരാധിക്കലും ആ പൂർവിക കുഫാറുകളുടെ ഖബറുകളെ ബഹുമാനിക്കലും ഇനി ഉണ്ടാകുമെന്ന പേടി എനിക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് നിരോധിച്ചിരുന്നു. ആരും ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഞാൻ ഖബർ സിയാറത്ത് തടഞ്ഞിരുന്നോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ ഫസൂറുഹ. ഇനി നിങ്ങൾ പോയിക്കൊള്ളുക. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തത് കൊണ്ട് നിങ്ങളിൽ ഷിർക്ക് വരൂല, നിങ്ങൾ ഖബറിനെ ആരാധിക്കൂല. നിങ്ങൾക്ക് എന്താണ് അല്ലാഹുവെന്നും എന്താണ് ഷിർക്ക് എന്നും എന്താണ് തൗഹീദ് എന്നും എന്താണ് ഇബാദത്ത് എന്നും എന്താണ് സിയാറത്ത് എന്നും ഒക്കെ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലസ്തു അഖ്ശാലൈക്കും അൻ തുശ്രികൂ ബഅദി. നിങ്ങൾ ഇനി മുശ്രിക്കാകുമെന്നുള്ള പേടി എനിക്കില്ല. ആ ഭയമൊക്കെ മാറിയിട്ടുണ്ട്, നിങ്ങളുടെ ഈമാൻ ഉറച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സിയാറത്തിന് പോയിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെ ഖബർ? അപ്പോഴേക്ക് അവിടെ മുസ്ലിമീങ്ങളുടെ ഖബർ ധാരാളമാണ്. ബദരീങ്ങളുടെ ഖബറുണ്ട്, അതേപോലെ സഹാബാക്കൾ ഒരുപാടുണ്ട്. അവരുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ പ്രവാചകർ അവർക്ക് അനുവാദം നൽകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഹദീസിന്റെ പണ്ഡിതന്മാര് നോക്കണം, നമ്മൾ ഇത്തരം ഹദീസുകൾ ഒരുപാട് ഉദ്ധരിച്ചിട്ട്, ഞാൻ ആദ്യമായി കാണുന്ന ഹദീസല്ലല്ലോ, ഇതൊക്കെ കണ്ടത് വലിയ വലിയ മുഹദ്ദിസുകളായ പണ്ഡിതന്മാര്. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും അവലംബമാക്കിയ ആ ഷർത്തുകൾ വെച്ചുകൊണ്ട് തന്നെ, അവര് നിശ്ചയിച്ച ഉപാധികൾ വെച്ചുകൊണ്ട് തന്നെ ഹദീസ് സ്വഹീഹാക്കിക്കൊണ്ട് ഹാക്കിം അൽ മുസ്തദ്റക് എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടാക്കിയ വലിയ മഹാനാണ് ഹാക്കിം റളിയല്ലാഹു തആല അൻഹു. വലിയ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുസ്തദ്റക് അൽ ശൈഖൈൻ എന്ന് പറയുന്ന കിതാബില് ഉദ്ധരിക്കുന്നത് മഹാനായ ഇമാം ഇബ്നു അൽ ഹൈതമി തങ്ങള് തന്റെ ഫതാവൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നത് കാണാം. അന്നൽ ഹാക്കിമ, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തങ്ങള് ഖാല ഫീ മുസ്തദ്റകിഹി, അദ്ദേഹത്തിന്റെ മുസ്തദ്റക് എന്ന കിതാബിൽ പറഞ്ഞു. എവിടെ ഇത് പറയുന്നത്? ഇസ്റ തസ്ഹീഹ് അഹാദീസിൻ നഹി അനിൽ ബിനായി വൽ ഖത്ബി അനിൽ ഖുബൂർ. ഖബറുകൾ പടുത്തുയർത്തുകയും അതിന്റെ മേലെ പേരെഴുതുകയും ഒക്കെ ചെയ്യുന്ന ആ കാര്യം നിരോധിച്ചുകൊണ്ടുള്ള ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന്റെ ശേഷം അതിന്റെ താഴെ മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു തന്റെ മുസ്തദ്റക് എന്ന കിതാബില്, ലൈസൽ അമലു അലൈഹാ, ഈ ഹദീസുകൾ മുസ്ലിമീങ്ങൾ പ്രവർത്തിക്കുന്ന ഹദീസ് അല്ല. ഈ ഹദീസുകൾ പിൽക്കാലക്കാരായ മുസ്ലിമീങ്ങൾ പ്രവർത്തിക്കുന്ന ഹദീസ് അല്ല. അവരാരും ഇത് വെച്ചല്ല പ്രവർത്തിച്ചത്, അവരിത് അംഗീകരിച്ചിട്ടില്ല. ഈ ഹദീസുകളൊക്കെ സ്വഹീഹാണ്. പക്ഷെ ഇത് ആരോട് പറഞ്ഞ ഹദീസാ? ഇത് മദീനയിൽ പണ്ടുണ്ടായിരുന്ന ആദ്യകാലക്കാരായ ആ പൂർവികരുടെ സമാധി ആരാധിച്ചിരുന്ന ആ ആളുകളോട് പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഭരണാധികാരികളും ഷർക്കൻ വഗർബ, കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ ഉലമാക്കളും അൽ ബിനാഉ അലാ ഖുബൂരിഹിം, അവർ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ സച്ചരിതരായ മഹത്തുക്കളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാറുണ്ട്. അത് ഇസ്ലാമിക ലോകത്ത് ഒരാളും എതിർപ്പ് പറയുന്നതായിട്ട് കാണുന്നില്ല. ഈ ഹദീസുകൾക്ക് അത് വിരുദ്ധമാണെങ്കിൽ അവരത് പറയണ്ടേ? അതുകൊണ്ട് ഈ ഹദീസ് അക്കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്.
അതുകൊണ്ട് തന്നെ കിഴക്കും പടിഞ്ഞാറുമായി ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക പണ്ഡിതന്മാരും ഖബർ കെട്ടുന്നതിന് വിരോധമില്ല. ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിന് വിരോധമില്ല എന്ന നിലയ്ക്കാണ് അവരുടെ അമല് എന്നതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു. കാലിൽ മുർസിലിയോ ഇമാം മുർസിലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു ഇജ്മാഅൻ. അപ്പൊ സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ ഖബർ കെട്ടൽ അനുവദനീയമാണ് എന്നത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽ ഇക്കാലം വരെ വന്ന ആലിമീങ്ങളായി പരിഗണിക്കപ്പെടുന്ന ഒരാളും അതിനെതിര് പറഞ്ഞതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ഫത്താവൽ കുബറയുടെ 2-ാമത്തെ വാള്യം 16-ാമത്തെ പേജിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. ഏതാവട്ടെ, അതേപോലെ തന്നെ വീണ്ടും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. വഖദ് ദക്കറ ഗസാലി റഹ്മഹുല്ലാഹ് ഫിൽ വസീതി വൽ ഇഹ്യാഇ. അദ്ദേഹത്തിന്റെ വസീത്ത് എന്ന കിതാബിലും വൽ ഇഹ്യാഇ, ഇഹ്യ എന്ന പേരുള്ള പ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീനിലും അദ്ദേഹം പറയുന്നുണ്ട്, കലാമൻ യദുല്ലു അലാ ജവാസിൽ ബിനായി അലാ ഖുബൂരി ഉലമാഇ ദീനി വ മശായിഖിൽ ഇസ്ലാമി വ സായിരി സുലഹായി. ദീനിന്റെ പണ്ഡിതന്മാരുടെയും അതേപോലെ ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെയും മശായിഖന്മാരുടെയും മറ്റ് സ്വാലിഹികളുടെയും ഖബറുകൾക്ക് മേൽ എടുപ്പുണ്ടാക്കുന്നത്, ഖബർ പടുക്കുന്നത് അനുവദനീയമാണെന്ന് അറിയിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം തുടരുന്നു, അത് അനുവദനീയമാണ് എന്നത് വിദൂരമായ ഒരു കാര്യമേ അല്ല. അതിൽ ദീനിന് വിരുദ്ധമായിട്ടൊന്നുമില്ല. അത് അവരെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, സജ്ജനങ്ങള് അവര് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവർ നിന്ദിക്കപ്പെടേണ്ടവരല്ല. അവരുടെ ഖബറുകൾ ചവിട്ടി മെതിക്കപ്പെടേണ്ടതല്ല, ആദരിക്കപ്പെടേണ്ട ഖബർ തന്നെയാണ്. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ഇമാം ഇബ്നു റിഫഅത്തിന്റെ ശറഹു തംബീഹ് എന്ന കിതാബിലുണ്ട് മാ യദുല്ലു അലാ ജവാസിൽ ബിനായി. ഔലിയാക്കളെ, അരിഫീങ്ങളെ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കൽ അനുവദനീയമാണെന്ന് അറിയിക്കുന്ന കാര്യം ഇബ്നു റിഫഅത്തിന്റെ ശറഹു തംബീഹിലുണ്ട്. കമാ ഫിൽ വസീത്തി വൽ ഇഹ്യാഇ, ഗസാലി തങ്ങളുടെ ഇഹ്യയിലും വസീത്തിലും ഉള്ളതുപോലെ മല്ലെന്നല്ല അലസ്തിഹ്ബാബിഹി, അത് നല്ലതാണ്, അത് പുണ്യകർമ്മമാണ് എന്നും ഇബ്നു റിഫഅത്ത് റളിയല്ലാഹു അൻഹു തന്റെ ശറഹു തംബീഹിൽ പറയുന്നത് കാണാം. വലാ ശക്ക ഫീ ദാലിക, അതിൽ സംശയിക്കാനൊന്നുമില്ല. ലിവുജൂദിഹി ഫീ ജമീഇ അംസാരിൽ ഇസ്ലാമി, ലോകത്തെവിടെയൊക്കെ മുസ്ലിമീങ്ങൾ നഗരമായി നാഗരികമായി താമസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അതുണ്ട്. എല്ലാ ഇസ്ലാമിക ലോകത്തും ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയതായിട്ട് കാണാം. ഖദീമൻ വ ഹദീസ, പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇക്കാലത്തും അത് നടക്കുന്നുണ്ട്. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലം യുങ്കൽ അന്ന അഹദിൻ മിനൽ ഉലമായി വസ്സുലഹായി വഉലാത്തിൽ ഉമൂരി വഉലാത്തി ഉമൂരി ദീനി, പൂർവികരായ ഉലമാക്കളിൽ നിന്നോ സ്വാലിഹീങ്ങളിൽ നിന്നോ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാക്കളിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഇൻകാറുൻ ഫീഹി, അത് ശരിയല്ല. ഔലിയാക്കളുടെ ഖബർ കെട്ടാൻ പാടില്ല. ബദരീങ്ങളുടെയോ മുഹീദ്ദീൻ ശൈഖിന്റെയോ നിഫായി ശൈഖിന്റെയോ ഇമാം ബുഖാരിയുടെയോ അല്ലെങ്കിൽ നവവി ഇമാമിന്റെയോ ഷാഫി ഇമാം പോലത്തെ ആളുകളുടെ ഖബർ കെട്ടാൻ പാടില്ല എന്ന് ഒരാളും ഇൻകാർ ചെയ്തിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ബിഖൗലിൻ വലാ ബിഫിഅലിൻ, വായ കൊണ്ടും പറഞ്ഞിട്ടില്ല, പ്രവൃത്തി കൊണ്ടും പറഞ്ഞിട്ടില്ല. ആ നിലയിൽ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മം. ഫത്താവ റംലി 2-ാം വാള്യം 16-ാമത്തെ പേജിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. ആരെങ്കിലും കിതാബ് നോക്കണവരുണ്ടെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെയും നോക്കാറ്, ഈ ശബ്ദം പലരും കേൾക്കുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി പറയാ, ഇത് എന്റെ ലാപ്ടോപ്പിന്റെ പേജ് നമ്പറായി പറയുന്നത്. കിതാബ് അച്ചടിച്ച കിതാബിൽ ഈ പേജ് നമ്പർ ആകൂല, പക്ഷെ ഇബാറത്ത് നോക്കിയാൽ എല്ലാത്തിലും ആ ഇബാറത്ത് ഉണ്ടാവും. ഞാൻ ലാപ്ടോപ്പിൽ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്, കിതാബിൽ നോക്കിയിട്ടല്ല. ഏതാവട്ടെ, ആ നിലയില് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികരായ ഉലമാക്കള്. നമ്മൾ നോക്ക്, ഇപ്പൊ പുതിയ തലമുറയിലെ കുറെ മുഫ്തിമാർക്ക് ഒരു ഹദീസ് കിട്ടിയതാണ്. അള്ളാഹുവിന്റെ റസൂല് ഖബർ കെട്ടൽ നിരോധിച്ചിട്ടുണ്ട്, അതിന്റെ മേലെ ചുണ്ണാമ്പ് നിരോധിച്ചിട്ടുണ്ട്, ഖബർ പടുക്കൽ നിരോധിച്ചിട്ടുണ്ട് എന്നൊരു ഹദീസ് കണ്ടു നോക്കുമ്പോ കുറെ എണ്ണങ്ങൾക്ക് ഇറങ്ങാം. ഈ ഹദീസ് കാണാത്ത ആളാണോ ഇമാം ബുഖാരി? ഈ ഹദീസ് കാണാത്ത ആളാണോ ഇമാം മുസ്ലിം?
ഈ ഹദീസ് കാണാത്തവരാണ് അബൂ ഹനീഫ, ഈ ഹദീസ് കാണാത്തവരാണ് ഇമാം ഷാഫി. ഇവരൊക്കെ കണ്ടതായി ഈ ഹദീസ്. അത് ആ കാലഘട്ടത്തിലെ നിയമമാണ്. ഈമാൻ ഉറക്കാത്ത മദീനയിലെ ആദ്യകാല ആ പൂർവികരെ മറക്കാൻ കഴിയാത്ത പൂർവികരുടെ ഖബറുകൾക്ക് മുമ്പിൽ ആരാധനാ നിമഗ്നരായി നിന്നുപോകുന്ന സമാധികളെ ആരാധിച്ചിരുന്ന ഒരു തലമുറയോട് റസൂലുള്ള പറഞ്ഞ ഹദീസുകളാണത്. ഹദീസൊക്കെ സ്വഹീഹാണ്. പക്ഷെ അതിന്റെ നിയമങ്ങൾ പ്രായോഗികമാകുന്നത് അത്തരം ഒരു വിശ്വാസമുള്ള തലമുറയിലാണ്. അത്തരം വിശ്വാസക്കാർക്ക് ഇപ്പോഴും അത് ഹറാമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ശിർക്ക് എന്തെന്ന് നമുക്കറിയാം, തൗഹീദ് എന്തെന്ന് നമുക്കറിയാം, ഇബാദത്ത് എന്തെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആ ചതിക്കുഴിയിൽ പെടൂല. ഏത് ഔലിയാപ്പാപ്പാന്റെ ഖബറിന് പോയാലും നമ്മൾ അവരോടൊന്നും ചോദിക്കാനും പോകുന്നില്ല, നമ്മൾ അവരെ അള്ളയാക്കാനും പോകുന്നില്ല. നമ്മൾ അവരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന വിശ്വാസവും നമുക്കില്ല. അങ്ങനത്തെ വല്ല ഭ്രാന്തുള്ളവരോടാണ് ഈ പറയുന്നത്. നമുക്കാന്നും ബാധകമല്ല. നമ്മൾ അത്തരക്കാരല്ല ഔലിയാക്കളായി കാണും, സ്വാലിഹീങ്ങളായി കാണും. ആ നിലയിൽ അവരോട് ആ നിലയിലുള്ള പെരുമാറ്റമേ നമ്മൾ അത്തരം ഖബറുകളോട് കാണിക്കൂ, അത്രയെ കാണിക്കാൻ പറ്റൂ. ആ നിലയിലുള്ളവർക്ക് ഖബർ സിയാറത്ത് സുന്നത്താണ്. ഖബർ കെട്ടിപ്പൊക്കി അവരെ ആദരിക്കുക എന്നതും അവരുടെ ഖബറുകൾക്ക് മേലെ കെട്ടിടമുണ്ടാക്കുക എന്നതൊക്കെ അവരോട് കാണിക്കുന്ന ആദരവിന്റെ ഭാഗമാണ് എന്ന് നമ്മുടെ ഇമാമികൾ ഏതോ കാലത്ത് പൂർവികരായ സ്വലഫു സാലിഹികൾ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പരമാർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളായി ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമല്ല. നമ്മുടെ പൂർവികരായ സ്വലഫു സാലിഹീങ്ങള്, ഔലിയാക്കള് എന്ന് മാത്രമല്ല വളരെ വ്യക്തമായി തന്നെ പറയുന്നത് കാണാം. വഹുവ, ഈ കാര്യം അംറുൻ അഖദഹുൽ ഖലഫു അനിസ് സലഫി, ഈ കാര്യം പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിച്ചതാണ്. സ്വലഫു സാലിഹികൾ ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ ജീവിച്ച ആ സഹാബാക്കളിൽ നിന്ന്, താബീകളിൽ നിന്നാണ് പിൻഗാമികൾ ഈ കാര്യം പഠിച്ചത്. അതുകൊണ്ട് അതിൽ പിഴവ് വരൂല. അതുകൊണ്ട് നേർമാർഗം വ്യക്തമായതിന്റെ ശേഷവും ആരെങ്കിലും നബി തങ്ങളോട് എതിരാകുകയും മുഅ്മിനീങ്ങളായ സ്വലഫു സാലിഹുകളുടെ മാർഗമല്ലാത്തത് ഏതോ ഹദീസ് കിട്ടി, ഏതോ ആയത്തിന്റെ പരിഭാഷ കിട്ടി എന്നും പറഞ്ഞിട്ട് അതാണ് ദീൻ എന്നും പറഞ്ഞ് വല്ലവനും പഴച്ചു പോയാൽ അല്ലാഹു തആല പറയുന്നു വല്ലിഹി മാ തവല്ല, അവനെയും അവന്റെ സംഘടനയും അവന്റെ മതവും അവന്റെ ദീനുമായിട്ട് അവനങ്ങ് പോകും. വനുസ്ലിഹി ജഹന്നം, അവസാനം അവനെ നമ്മൾ കൊണ്ടുപോയി നരകത്തിൽ തള്ളുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ച മഹാപാപികളാണ് ഇത്തരം തുണ്ടും മുറി ഹദീസുകൾ വെച്ചിട്ട് ലോകത്ത് കഴിഞ്ഞുപോയ 14 നൂറ്റാണ്ടുകളിലെ പാരമ്പര്യമായി ചെയ്തു വരുന്ന അമലുകളെ, സൽക്കർമ്മങ്ങളെ, ചര്യകളെയൊക്കെ ശിർക്കും കുഫറുമാക്കി മാറ്റുന്നവർ നരകത്തിലെ ചണ്ടികളായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം വൃത്തികേടുകളിൽ കുടുങ്ങാതിരിക്കാനും പൂർവികരെ പിൻപറ്റാൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവരുടെ മാർഗമാണ് ശരിയായ മാർഗം. അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ മുസ്തഖീമായ മാർഗം പിൻപറ്റി ജീവിക്കാൻ റബ്ബ് തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ